നമ്മളിപ്പോൾ എന്ത് പറയാനാ, ഞാൻ എന്ത് പറയാനാ സംഭവിച്ചു. ഇല്ല, ഞാൻ ഇപ്പോൾ ഇന്നലെ എൻ്റെ മോളെയും കൊണ്ട് ഞാൻ മോളെ വിളിക്കാനായിട്ട് പോയായിരുന്നു. ഞാൻ മാത്രമേ പോയുള്ളൂ. വൈഫ് ഇന്നലെ കായംകുളത്ത് വരെ അമ്മയ്ക്ക് കഞ്ഞിയും കൊടുത്തിട്ട് ആ കഞ്ഞി കൊടുത്ത്, അപ്പോൾ അമ്മ പറഞ്ഞ് കുറച്ച് കുടിച്ച് ബാക്കി അവിടെ മൂടി വെച്ച് പിന്നെ കുടിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ വേറെ എങ്ങും പോകാറില്ല, അവൾ ഇവിടെ തന്നെയാണ്. ഞാൻ ജോലിക്ക് പോകുമ്പോഴും ഇവിടെ തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വേറെ എന്താ പറയുക, തീരെ വയ്യാതെ കിടക്കുകയാണെങ്കിൽ നമുക്ക് ആരെങ്കിലും ഇരിക്കുക, അങ്ങനൊരു ഇതല്ലല്ലോ. വീട്ടിലൊരു അമ്മ അങ്ങനെ നടക്കുന്ന അല്ല, അവളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവള് കായംകുളം വരെ പോയി. ആരുമില്ല. ഇല്ല, ഗേറ്റിൽ നിന്ന് ഈ റോഡല്ലേ കിടക്കുന്നത്. ചിലപ്പം അമ്മ കസേര വലിച്ചിട്ടില്ല അവിടം വരെ പോയിരിക്കുന്ന അമ്മ ചിലപ്പം പുറത്തോട്ട് ഇറങ്ങുമല്ലോ. അപ്പോൾ അത് ഇറങ്ങണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ എവിടോട്ടെങ്കിലും അവൾ പോയി കഴിയുമ്പം പോകുന്നെങ്കിൽ അവൾ ആ പുറത്തുനിന്ന് ലോക്ക് ചെയ്യും. തേണ്ട എൻ്റെ ആ പട്ടിയുടെ നോക്കി, ആ പട്ടിയെ ഇതുപോലെ ഒരു ദിവസം വന്ന് കുറേ പട്ടി വന്ന് കടിച്ച് ഇവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ വെള്ളം വെച്ചെന്ന് പറഞ്ഞു. കമ്പ് ആ വക്കറ്റും എടുത്ത് ഇവിടെ ഉണ്ടായിരുന്നു, എടുത്തെറിഞ്ഞ് പട്ടിയെ പോലും വിട്ടില്ല. ഇവിടെ ഒരു മൂന്നാല് പട്ടി ഉണ്ടായിരുന്നു. അമ്മ അവിടെ താഴെ കിടക്കുകയായിരുന്നു. അമ്മയ്ക്ക് എനിക്കൊന്നും പിന്നെ എനിക്ക് നോക്കാനോ ബോധം അങ്ങനൊന്നും എനിക്ക് പറ്റിയില്ല. ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ വരിയെടുത്ത് ആശുപത്രിയിൽ പോവുമായിരുന്നു. അങ്ങനെ ഇവിടെ ഈ താടിയലിന് ഇവിടാണ് കടി കിട്ടിയിരിക്കുന്നത്. എനിക്കിത് ഒറ്റ നോട്ടം ഞാൻ എൻ്റെ അമ്മയല്ലേ, എനിക്ക് എന്ത് പറയാൻ പറ്റും. തേണ്ട നമ്മുടെ വേലി, നമുക്കിപ്പോൾ ഒരു ഫ്രണ്ട് മാത്രമല്ലേ ഉള്ളൂ. അത് തേണ്ട സാറേ, അവിടെ വേലിയുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഈ ഒരു വീഡിയോ ഞാൻ 2-3 തവണ കണ്ടിട്ടും എനിക്ക് പ്രത്യേകിച്ച് ഇതിൽ നിന്ന് ഒരു ക്ലാരിറ്റിയും കിട്ടിയില്ല. ആകെ മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ആ അമ്മ 1 വർഷമായിട്ട് ഈ മകന്റെ കൂടെയാണ് താമസം എന്ന് മനസ്സിലായി. ഈ മകന്റെ ഭാര്യ വീട്ടിലാണ് താമസം എന്ന് മനസ്സിലായി. പിന്നെ മനസ്സിലായതൊരു കാര്യം, ആ ഷെഡ് അമ്മയ്ക്ക് വേണ്ടി തന്നെ തയ്യാറാക്കിയതാണെന്ന് മനസ്സിലായി. രാത്രി കാലങ്ങളിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അകത്തൊരു റൂം ഉണ്ടെന്നൊക്കെ മകൻ പറയുന്നു. അതിന് എത്രമാത്രം തെളിവുണ്ട്, അത് എത്രമാത്രം സത്യമാണെന്ന് അറിയത്തില്ല. ഇനി അത് സത്യമാണെന്നിരിക്കലും അദ്ദേഹം പറഞ്ഞ് അങ്ങും എങ്ങും തൊടാതെ പറഞ്ഞ ചില കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം എന്ന് പറയുന്നത്, അയാൾ ജോലിക്ക് പോകുന്ന സമയം എന്തായാലും കൃത്യമായിട്ട് ആ അമ്മ ഷെഡിലേക്ക് മാറും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം അയാൾ പറഞ്ഞ കാര്യത്തിൽ നിന്ന് അത് വ്യക്തമാണ്. തിരിച്ചയാൾ വരുന്നത് വരെയും ആ അമ്മ ഷെഡിൽ തന്നെ ആയിരിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് അറിയാതെ ചെയ്തു പോയ തെറ്റോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നടന്നുപോയ ഒരു കാര്യമോ എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് മനഃപൂർവ്വമാണ്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ വരുത്തി വെച്ച വിനയാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഒരു അമ്മയോടും ഒരു മകനും ഇതുപോലെ ചെയ്യാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. കാരണം എന്ന് പറയുന്നത്, അയാൾ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കുറച്ചധികം ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ സൈഡിൽ കൂടെ വന്നിട്ടുള്ള മതിലെന്ന് പറയുന്ന സംഭവം അല്ല അവിടെ ഉള്ളത്. ചുമ്മാ എന്തൊക്കെയോ വെച്ച് ടാർപ്പയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെടിയുടെ കൊണ്ടോ വെച്ചുണ്ടാക്കിയ ഒരു വേലി മാത്രമാണ് അവിടെ ഉള്ളതെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ സ്വാഭാവികമായിട്ടും പട്ടി ഞൊഴിഞ്ഞു കയറുന്നുള്ള കാര്യം പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അറിഞ്ഞില്ല, ഇതുവരെ അങ്ങനെ ഒരു സംഭവിച്ചിട്ടില്ലെങ്കിൽ നമുക്കിത് സ്വാഭാവികമെന്ന് പറയാൻ പറ്റും. പക്ഷേ ഇത് അങ്ങനെയല്ല. അയാൾ തന്നെ കൃത്യമായി പറയുന്നു, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൃത്യമായി പട്ടികളെല്ലാം കൂടെ ഞൊഴിഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കയറിയിട്ട് അയാളുടെ വീട്ടിലുണ്ടായിരുന്ന വളർത്തുന്നായെ കൃത്യമായിട്ട് കടിച്ചു പറിച്ച് നാട്ടുകാരെല്ലാം കൂടെയാണത് രക്ഷപ്പെടുത്തിയതെന്നൊക്കെ അയാൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇൻസിഡന്റ് ഇതിന് തൊട്ട് മുന്നേ നടക്കുന്ന ആ ഒരു സാഹചര്യത്തിലെങ്കിലും അയാൾ ജോലിക്ക് പോകുന്ന സമയത്ത് അമ്മയോട് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇനി അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പകല് മുഴുവൻ അമ്മ ആ ഷെഡിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അമ്മയോട് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഇതുപോലെ വന്നിട്ടുള്ളതല്ലേ അമ്മ, നായ കയറുന്നതാണ്, അതും അത്രയധികം ശല്യമാണെന്ന് ആ നാട്ടുകാരടക്കം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു അമ്മയാണ് ഇങ്ങനെ കെട്ടിരിക്കുന്നത്. പട്ടിക്ക് മനുഷ്യനെന്നോ അല്ലെങ്കിൽ മൃഗമെന്നോ അല്ലെങ്കിൽ മാംസകഷ്ണം എന്നോ മാത്രമേ പട്ടികൾക്കുള്ളൂ, തെരുവ് നായകൾക്കുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റും എന്നൊരു ചിന്ത പോലും ഇല്ലാതെ ആ മകൻ ചെയ്ത് കൂട്ടിയ ഒരു കാര്യം എന്ന് പറയുന്നത്, അമ്മ അകത്താക്കാറുന്നില്ല. അപ്പുറത്തേക്ക് ഭാര്യ വെളിയിൽ പോയിരുന്നു എന്ന് പറയുന്നുണ്ട്. ചില സമയത്ത് അയാൾ പറഞ്ഞാൽ ഞാൻ മാത്രം വെളിയിൽ പോയി, എങ്ങും തൊടാതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പോയി. പിന്നെ പറയുന്ന ഭാര്യ കായംകുളത്ത് പോയി. ഇല്ല, അമ്മ ഒറ്റയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അമ്മയ്ക്ക് നടക്കാനും ഓടാനും ഒക്കെ പറ്റുമായിരുന്നല്ലോ, ആ ഒരു സാഹചര്യം കൊണ്ടാണ് എന്നൊക്കെ പറയുവാണ്. ഒന്നിലധികം നായകൾ ഒന്ന് കൂട്ടമായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇനി എത്ര ശേഷിയുള്ളവരായാലും ആ പട്ടിക്ക് മുന്നിൽ ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇത്രയധികം പട്ടികൾ, 4-5 പട്ടികൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അത്രയും രൂക്ഷമായിട്ടായിരിക്കും ആക്രമിക്കുന്നത്, അതിക്രൂരമായിട്ടായിരിക്കും. ഇവിടെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, ആ അമ്മയുടെ മുഖം മൊത്തവും
ഏകദേശം പറഞ്ഞിരിക്കുന്നത് കണ്ണൊഴിച്ച് ബാക്കി ഭാഗങ്ങൾ മൊത്തം ആ പട്ടികൾ കടിച്ചു തിന്നിരുന്നു എന്നാ പറയുന്നത്. അതിനുശേഷവും 2 മണിക്കൂർ ഉള്ളിൽ അല്ലെങ്കിൽ അത്രയും മണിക്കൂർ വീണ്ടും അമ്മ അവിടെ തന്നെ കിടക്കുമായിരുന്നു. അപ്പോഴും മരണപ്പെട്ടിട്ടില്ല, അമ്മയ്ക്ക് ബോധമുണ്ട്. അതിനുശേഷം കൊണ്ടുപോയിക്കുന്നതിൻ്റെ ഇടയിലാണ്, വഴിയിൽ വെച്ചിട്ടാണ് അമ്മ മരണപ്പെടുന്നതെന്ന് പറയുന്നത്. അപ്പം അത്രയും നേരം രക്തം വാർന്നു പോയത്, ആ അമ്മ അനുഭവിച്ച ആ ഒരു വേദന എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തരത്തിലും മാപ്പ് കൊടുക്കാവുന്ന അല്ലെങ്കിൽ മാപ്പ് അർഹിക്കുന്ന ഒരു തെറ്റൊന്നുമല്ല ആ മകനും മകൻ്റെ ഭാര്യയും ചെയ്തിരിക്കുന്നത്. മകനോ പോയി, അപ്പം ഭാര്യ വീട് വിട്ട് പോകുന്ന സമയത്ത് ഗേറ്റ് അടക്കം പൂട്ടിയിട്ട് പോകുന്നതിൻ്റെ എന്തിൻ്റെ ആവശ്യകതയായിരുന്നു അവിടെ ഉള്ളതെന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാവാത്തത്. അയാൾ പറയുന്നത് എന്ത് തരത്തിലുള്ള കാര്യമാണെന്ന് പോലും വ്യക്തമാകുന്നില്ല. കാരണം ഒരു മനുഷ്യജീവി അതിൻ്റെ അകത്തിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻറ്റ് സംഭവിക്കാം, ഈ കാലത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഓൾറെഡി ഇവിടെ പട്ടികൾ ഇങ്ങനെ വേലി പൊളിച്ചൊക്കെ വരുന്നുണ്ട്. അപ്പം പോലും ഈ ഗേറ്റ് പൂട്ടിയിട്ട് പോകേണ്ട ആവശ്യകത എന്താണ്? അമ്മയ്ക്കൊന്ന് ഓടി രക്ഷപ്പെടാനുള്ളൊരു വഴിയായിട്ടുള്ളത് ഗേറ്റ് മാത്രമാണ്. അപ്പം അതടക്കം പൂട്ടിയിട്ടിട്ട് ഭാര്യ അമ്മേനെ വെളിയിലോട്ട് പോകുന്നത് തടയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു ക്ലാരിറ്റിയും ഇല്ലാതിരിക്കുന്നതിന് ഒരുപക്ഷെ അമ്മ മരണപ്പെട്ടത് അല്ലെങ്കിൽ ആ ഒരു മുഖം കണ്ടതിൻ്റെ അത്രയും പട്ടികൾ കടിച്ചു കീറി ആ ഒരു ദാരുണാവസ്ഥയിൽ അമ്മയെ കണ്ടതിൽ വെച്ചിട്ടുള്ള ഷോക്കിൽ അയാൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നതാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ എന്തായാലും ആ ഷെഡ് അവിടെ തന്നെ ഉണ്ട്. അല്ല, അപ്പുറത്തേക്ക് ആ ഒരു ഫോട്ടോ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ആ ഷെഡിൽ അമ്മയുടെ ഡ്രസ്സ് തൂക്കിയിട്ടുണ്ട്. അപ്പം തന്നെ ഏകദേശം മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഏതൊരു ബുദ്ധിയുള്ള ആൾക്കും ഏതൊരു കോമൺ സെൻസ് ഉള്ള ആൾക്കും മനസ്സിലാകാൻ പറ്റും അമ്മയുടെ ജീവിതം അല്ലെങ്കിൽ അമ്മയുടെ സാഹചര്യം, അമ്മ എങ്ങനെ ആയിരുന്നു എന്നുള്ളത്. ചിലപ്പം ഈ പറയുന്ന എന്തെങ്കിലും സംസാരത്തിൻ്റെതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇങ്ങനൊരു ഷെഡ് കെട്ടി അവിടെ ഒരു കട്ടിൽ പോലെ വിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് എനിക്കൊരിക്കലും കാറ്റ് കൊള്ളാൻ വേണ്ടി, വീട്ടിൻ്റെ അകത്ത് എന്താ കറണ്ട് ഇല്ലേ, ഫാനില്ലേ കാറ്റ് കൊള്ളാൻ വേണ്ടി, ജനലൊരു മുറി ഉണ്ടെങ്കിൽ ആ ജനൽ തുറന്നിട്ടാൽ സ്വാഭാവികമായിട്ടും കാറ്റ് അകത്തേക്ക് വെളിച്ചവും കാറ്റും ഒക്കെ കടക്കും. അപ്പം ഇത്രയും പ്രായമായിട്ടുള്ള ഒരു സ്ത്രീയെ വെളിയിലേക്ക് ഒരു ഷെഡ് കെട്ടി ആ ഷെഡിലേക്ക് കിടത്തേണ്ട സാഹചര്യം എന്ന് പറയുന്നത്, മകൻ വരുമ്പോൾ മാത്രം അകത്തേക്ക് റൂമിലേക്ക് കയറുന്നത് എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ കഴിയാത്തൊരു സാഹചര്യമാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റുന്നൊരു കാര്യം, അമ്മയുടെ ആ ഒരു മരണത്തിന് കൃത്യമായിട്ട് ഇവർക്ക് ഇതിൽ അറിഞ്ഞുകൊണ്ടുള്ള സംഭവം തന്നെയാണ്, വരുത്തി വെച്ച വിനയം തന്നെയാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് താൻ എന്താണോ അല്ലെങ്കിൽ താങ്കൾ എന്താണോ, നിങ്ങളുടെ രക്ഷിതാക്കൾ എന്താണോ ആ അമ്മയോട് കാണിച്ചിരിക്കുന്നത് അത് തന്നെയായിരിക്കും അത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മക്കൾ ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ പറയത്തില്ലേ, നമ്മൾ വിതയ്ക്കുന്നത് മാത്രമേ കൊയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഇത് തന്നെയായിരിക്കും, നമ്മൾ എന്ത് ചെയ്യുന്നോ അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രവർത്തനമായിരിക്കും അല്ലെങ്കിൽ പ്രതിഫലം മാത്രമേ നമുക്ക് ഇവിടുന്ന് കിട്ടുള്ളൂ. അതിലപ്പുറത്തേക്ക് ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കൊടുത്തത് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. അന്ന് കിട്ടുന്ന സമയത്തായിരിക്കും ആ അമ്മ അനുഭവിച്ച വേദന അല്ലെങ്കിൽ ആ അമ്മ അനുഭവിച്ച അത്രയും വലിയ കൊടിയ ആ വേദന ഉണ്ടല്ലോ. ആ പട്ടികൾ കടിച്ചെടുക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാതെ ആരും സഹായത്തിനില്ലാതെ നിസ്സഹായാവസ്ഥയിൽ നിലവിളിക്കേണ്ടി വരുന്ന അമ്മയുടെ ഏറ്റവും ദാരുണമായിട്ടുള്ള അവസ്ഥ, അതിൻ്റെ മറുപുറം 1000 മടങ്ങ് ഇരട്ടിയായിട്ട് തന്നെ ആയിരിക്കും കിട്ടുന്നതെന്ന് പറയുന്നത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ എത്ര പറഞ്ഞാലും എത്ര രോക്ഷം കൊണ്ടാലും എത്ര പറഞ്ഞു തീർത്താലും പറയാൻ പറ്റാത്ത തരത്തിലേക്കുള്ള വാക്കുകളാണ് ഉള്ളിലേക്ക് വരുന്നതെന്ന് പറയുന്നത്. കാരണം ചെറുതായിട്ടൊന്നൊരു പട്ടി കടിക്കുക അല്ലെങ്കിൽ നമുക്കൊരു മുട്ട സൂചി കുത്തുന്ന സമയത്ത് പോലും നമ്മൾ അനുഭവിക്കുന്നൊരു വേദനയുണ്ട്. ആ വേദനയിൽ നിന്ന് ആലോചിച്ച് നോക്കണം. പച്ച ജീവനെയാണ് കണ്ണൊഴിച്ച് ബാക്കി ഭാഗങ്ങൾ മൊത്തം ഈ ഇത്രയും പട്ടികൾ ചേർന്ന് കടിച്ചെടുക്കുന്ന സമയത്ത് ആ അമ്മ അനുഭവിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഇനി എന്തൊക്കെ തരത്തിലുള്ള ന്യായീകരണങ്ങൾ ആ മകൻ നിരത്തിയാലും ഒരിക്കലും അതിനെയൊന്നും നമുക്ക് മാറ്റിവെക്കാനോ അല്ലെങ്കിൽ അതിനൊക്കെ അപ്പുറത്തേക്ക് പോകുന്നതോ ഒന്നുമല്ല. അപ്പം സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് പറയുന്നുണ്ട്. കാരണം ഇതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്, എന്തൊക്കെയോ ഒളിഞ്ഞിരിക്കുന്നത് പോലെയാണ്. അങ്ങനെ ഒരു ഷെഡ്, ആ അമ്മ പകൽ മാത്രമാണ് കഴിയുന്നതെന്ന് പറയുന്നു, വീട്ടിൽ നിന്ന് 2 പേരും വെളിയിലേക്ക് പോയെന്ന് പറയുന്നു. ആ സമയത്ത് ഈ പറയുന്ന ഗേറ്റ് അടക്കം പൂട്ടിയിട്ടിട്ട് അമ്മേനെ അകത്താക്കിയിട്ട് പോകുന്നൊരു സിറ്റുവേഷൻ. 2 ദിവസം മുന്നേ പട്ടീനെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു ഈ പട്ടികൾ, അല്ലാതെ തന്നെ വന്നിട്ട് ഇതെല്ലാം കൂടി കൂട്ടി വയ്ക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിൽ എന്തൊക്കെയോ കാര്യങ്ങൾ, ക്രമക്കേടുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന അവ്യക്തതകൾ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു പോലീസ് അന്വേഷണം. പിന്നെ ഈ പറയുന്ന തെരുവ് നായ ശല്യം എന്ന് പറയുന്നത് ഒരു ടൈമിൽ നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചതാണ്. ഇതൊരു പദ്ധതി അല്ലെങ്കിൽ ഒരു ആഹ്വാനം പോലെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എല്ലാവരും ഓരോർക്ക് പറ്റുന്ന രീതിക്ക് തെരുവ് നായകൾക്ക് ആഹാരം കൊടുക്കുക എന്നൊരു സംഭവം പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഈ പറയുന്ന വന്ധീകരണം എന്ന് പറയുന്നത്, തെരുവ് നായകളെ വന്ധീകരണം ചെയ്യുമെന്നൊക്കെ പറയുന്ന ഓരോ പ്രോജക്റ്റുകൾ തന്നെ നമ്മുടെ ഈ പഞ്ചായത്ത് അല്ലെങ്കിൽ താലൂക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഫലവത്താകുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം പ്രവൃത്തികൾ അത് നടത്തുന്നുണ്ട് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ
വന്ധീകരണം നടക്കുന്നുണ്ടോ, ഈ പട്ടീനെ കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പട്ടിപ്രേമികളായിട്ടുള്ള കുറേ ആൾക്കാർ വരുന്ന സമയത്ത് മനുഷ്യർക്ക് ഇതിലെന്ത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മാസമായിട്ടുള്ളതായിരിക്കും ഒരു റെയിൽവേ സ്റ്റേഷനിൽ നടന്നിട്ടുള്ള പട്ടികളെല്ലാം കൂടെ 10-13 പേരെ കടിച്ചു കീറിയത്, അതുമായി ബന്ധപ്പെട്ട് പിന്നെ അവസാനം ഒരു പട്ടിനെ കൊന്നത്, ഇങ്ങനത്തെ വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം മനുഷ്യന് വിനയാകുന്ന റോഡിലേക്ക് കുഞ്ഞു കുട്ടികൾക്ക് അത്രയും രൂക്ഷമായിട്ടുള്ള രീതിയിൽ കേരളത്തിൽ പലയിടത്തും ഇങ്ങനത്തുള്ള നായശല്യങ്ങൾ വരുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ എന്തൊക്കെയോ പത്രാസ് കാണിക്കുന്നതിന് വേണ്ടി കുറേയധികം പട്ടികളെ മേടിക്കുന്നു, വളർത്തുന്നു, എന്നിട്ട് അവർക്ക് കൊടുത്ത് മതിയാവുന്ന സമയത്ത് അങ്ങ് അഴിച്ചു വിടുക. ഇത് സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട്. ഇത് പിന്നെ ഈ പറയുന്ന കണക്ക് കൂടി ഭയങ്കര ഇത് വരുമ്പോൾ മാത്രമാണ് ആൾക്കാർ ഇതിനെതിരെ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് എന്നൊക്കെ. അപ്പോൾ സമയത്ത് നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് വെളിയിൽ പോലും ഇറങ്ങിയിരിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വീട്ടിനകത്തേക്ക് കയറി വന്ന് കടിക്കുന്ന നായ്കളുടെ വരെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം പേവിഷബാധ പോലുള്ള കാര്യങ്ങൾ അത്രയും രൂക്ഷമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വലിയ പാടായിട്ടുള്ള കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇതിനെ കാര്യമായിട്ട് ഈ ഒരു വാർത്ത കൊണ്ടെങ്കിലും ഗവൺമെന്റ് എടുക്കേണ്ട കാര്യമാണ്. ഇതിലപ്പുറത്തേക്ക് ഇനി എനിക്കൊരു സജഷൻ പോലെ, ഈ വാർത്ത ആരും കാണില്ല എന്നൊക്കെ എനിക്കറിയാം, അത്രയും പേരിലേക്ക് എത്തില്ല എന്നറിയാം, എന്നിരുന്നാൽ പോലും നമ്മൾ പറയേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, ആശാ വർക്കർ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് എല്ലായിടത്തും ഉണ്ട്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടൊരു ആശാ വർക്കറുടെ പേര് കൂടുതൽ എടുത്ത് പറയപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ആ ആശാ വർക്കറെ വെച്ചുകൊണ്ടാണ് അവിടെ മരണപ്പെട്ടു പോയ കുറേയധികം ആൾക്കാരുടെ ഡീറ്റെയിൽസ് അവരാണ് കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത് അവർ നിൽക്കുന്ന ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരുടെ അടുത്തും കൃത്യമായിട്ട് ഇടപഴകുകയും കാര്യങ്ങൾ അറിയുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള ഓരോ വീടുകളിലും, ഒരു പഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ ഓരോ വീടുകളിലും ഒരുപാടധികം വയോജനങ്ങളുണ്ട്. അപ്പം വയസ്സായിട്ടുള്ള ആൾക്കാരെ കൃത്യമായിട്ട് അവരുടെ സുഖവിവരങ്ങൾ എന്നുള്ള രീതിക്കല്ല, കൃത്യമായിട്ട് ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കൽ ഇതുപോലെ വീടുകളിൽ പോയി ചെന്ന് അന്വേഷിക്കുന്ന തരത്തിലേക്ക് ഒരു പദ്ധതി, അതുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇവിടെയെങ്കിലും നടപ്പിലായി ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വീണ്ടും തുടങ്ങാന്നൊരു സംഭവമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന്, അതല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള മരണങ്ങൾ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ, അല്ലെങ്കിൽ ചില ആൾക്കാർ പുഴുവരിച്ചൊക്കെ വീട്ടിൽ കിടന്നിട്ട് എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ട് അറിയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് നേരത്തെ തന്നെ ഒഴിവാക്കാൻ പറ്റുമെന്ന് ഒരു തോന്നല്. ആ തോന്നല് ഒരു പദ്ധതി പോലെ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് അത് സഹായകമായിട്ടുള്ള കാര്യമായിരിക്കും. ഈ കൊടിയ പീഡനങ്ങൾ വീടുകളിൽ നിന്നും, മകനിൽ നിന്നും, മരുമകളിൽ നിന്നും, കൊച്ചുമക്കളിൽ നിന്നൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് വയസ്സായിട്ടുള്ള അച്ഛന്മാരും അമ്മൂമ്മമാരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ വീടുകളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിധിവരെ കുറയ്ക്കാൻ പറ്റും. അവരെ മറ്റു സ്ഥലങ്ങളിലേക്ക് ഈ പറയുന്ന അവരെ സുരക്ഷിതരായിട്ട് മാറ്റാനെങ്കിലും പറ്റുന്ന ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഒരുപാട് ട്രൈബ്യൂണൽസും അങ്ങനെയൊക്കെ ഉണ്ട് ഇവർക്ക്, ഈ വയോജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് മാസങ്ങളിൽ അല്ലെങ്കിൽ ഇവർക്കുള്ള ഈ പറയുന്ന പാർപ്പിട സൗകര്യം, അതല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ചികിത്സാ ചെലവ്, ഇതൊക്കെ മക്കൾ അല്ലെങ്കിൽ കൊച്ചുമക്കളൊക്കെ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ലീഗലി പോണ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കേണ്ടതുണ്ട്. അത് നിഷേധിക്കപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൻ്റെ പേരിൽ ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ പുറന്തള്ളപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അതൊന്നും പുറത്തേക്ക് വരുന്നില്ല. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇങ്ങനൊരു സർവേയോ ഇങ്ങനൊരു റിപ്പോർട്ടോ ഗവൺമെൻറ്റിൻ്റെ അടുത്തേക്ക് കൃത്യമായിട്ട് എത്തുന്നില്ല എന്നൊരു സംഭവമാണ്. അപ്പം അത് മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് മരണങ്ങളെ മാറ്റാൻ കഴിയുന്നതായിരിക്കും. അപ്പം എന്തായാലും ഈ കാർത്യായനി അമ്മ എന്ന് പറയുന്ന ഈ അമ്മയുടെ അവസ്ഥ ഒരു അമ്മയ്ക്കും ഉണ്ടാകാതിരിക്കട്ടെ. കാരണം അത്രയും ക്രൂരമായിട്ടുള്ളൊരു മരണമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ ആ മകനോട് എന്തായാലും പ്രസവിച്ചതല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മയുടെ ആത്മാവ് പൊറുക്കുക തന്നെ ചെയ്യുമായിരിക്കും. പക്ഷെ ഒരിക്കലും നമ്മൾ പറയത്തില്ലേ, കാവ്യനീതി അല്ലെങ്കിൽ ഈ പറയുന്ന നീതി എന്ന് പറയുന്ന ഒരു സാധനം, അത് തിരിച്ച് തന്നെ അടിച്ചു വരിക തന്നെ ചെയ്യും.